നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ഓളം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്റെ അഭിപ്രായം വളരെ ചെറിയ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് ആ ഒരു അഭിപ്രായത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇതുവരെ ഈ സിനിമയ്ക്ക് എത്ര നേടാൻ കഴിഞ്ഞു എന്നുള്ള ബോക്സ് ഓഫീസ് കണക്കുകൾ എത്ര കിട്ടി എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. എന്ത് തന്നെയായാലും ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ഷെയർ എത്ര കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിഞ്ഞ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് കളക്ഷന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നെറ്റ് കണക്കായിട്ട്, അതായത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള കിട്ടിയ കണക്കായിട്ട് പറയുന്നത് 8.25 കോടി രൂപയാണ്. 8.25 കോടി രൂപ കേരളത്തിലെ ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ബോക്സ് ഓഫീസ് കണക്ക് നോക്കുമ്പോൾ ശരാശരി 10.5 കോടി രൂപയോളം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അത് ലഭ്യമായിട്ടില്ല. അല്ലെങ്കിൽ 11 കോടി രൂപ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് വേണമെങ്കിൽ 11 8.5 എന്ന് പറയുമ്പോൾ ഏകദേശം 12 കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാനുള്ള സാധ്യത ഈ ചിത്രം കാണുന്നുണ്ട്. എന്തിനാലും 8.5 കോടി രൂപയാണ് ചിത്രത്തിൽ, 8.25 കോടി രൂപയോളമാണ് ചിത്രത്തിന്റെ നെറ്റ് കളക്ഷൻ വന്നിരിക്കുന്നത്. പ്രൊഡ്യൂസർ ഷെയർ ഏതാന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞിട്ടുണ്ടാവും. 4.5 കോടി രൂപയോളമാണ് അത് വന്നിരിക്കുന്നത്. അടുത്തത് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് 9 കോടി 10 ലക്ഷം രൂപ ഇതുവരെ ആ ചിത്രത്തിന് പിരിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ടോട്ടൽ ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 21 കോടി രൂപയോളം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നെറ്റ് കളക്ഷനുമായിട്ട് കൂട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം 18-19 ലക്ഷം രൂപയോളം, 19 കോടിയോളം രൂപ ചിത്രത്തിന് നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞങ്ങൾ പ്രൊഡ്യൂസർ ഷെയർ മാത്രമേ നോക്കിയുള്ളൂ, ബോക്സ് ഓഫീസ് കണക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചാൽ മതി എന്ന് പറയാൻ കാരണം 20-22 കോടി രൂപയോളം നേടിയ സിനിമ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ആരാധകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ലാഭം കിട്ടിയല്ലോ എന്ന് തോന്നും. പക്ഷെ പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് വന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടോ? പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. വിദേശത്ത് നിന്ന് 9 കോടി രൂപ കിട്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 3 കോടിക്കെങ്കിലും ആയിരിക്കും ആ സിനിമയുടെ ഷെയർ അവിടെ പോയിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ റൈറ്റ്സ് വിറ്റിരിക്കുക. അപ്പൊ ഈ 4.25 കോടി രൂപ കിട്ടിയെന്ന് പറയുന്നതിന്റെ കൂടെ ഈ 3 കോടിയും കൂടി കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ സാറ്റലൈറ്റ്, OTT ഇതൊക്കെ വെച്ചിട്ടാണ് സിനിമകൾ ഇന്ന് ലാഭം നേടുകയുള്ളൂ. അല്ലാതെ തിയേറ്ററിൽ നിന്ന് മാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ചെറിയ സിനിമകൾക്ക്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.